മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഫിസിക്കൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ബോഡി മെന്റലി നമ്മൾ ഹെൽത്തി ആണെങ്കിൽ നമ്മുടെ ബോഡി ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ സ്ലീപ്പ് ഒക്കെ ഭയങ്കര ഡീപ്പ് ആയിരിക്കും. അതേപോലെ ഇൻഫ്ലമേഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാകുക അതൊക്കെ അണ്ടർ കൺട്രോളിലായിരിക്കും. സെല്ലുലർ റിപ്പയർ ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മെന്റൽ ഹെൽത്ത് അണ്ടർ സ്ട്രെസ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മെന്റൽ ഹെൽത്ത് അണ്ടർ സ്ട്രെസ് ആണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ വാക്ക് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്നൊരു വാക്കുണ്ട്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ്, വാട്ട് ഇസ് ദാറ്റ്? ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി അലാം ഇസ് റിംഗിങ് കോൺസ്റ്റന്റ്ലി, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. മോർ കോർട്ടിസോൾ റിലീസ് ചെയ്യണു, സെൽ ഡാമേജ് ഹാപ്പൻസ്, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് കണ്ടീഷനിൽ നമ്മൾ നിൽക്കുക. എന്ത് ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ്? ഇപ്പോൾ ഇവിടെ പടങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു എമർജൻസി സ്ട്രെസ്ഫുൾ കണ്ടീഷൻ. പണ്ട് നമ്മുടെ പൂർവികരും അവര് നമ്മുടെ ബോഡി സ്ട്രക്ചർ ചെയ്തേക്കണം അങ്ങനെയാണ്. നമ്മുടെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ വന്നാൽ പെട്ടെന്ന് ഒരു ഫൈറ്റ് ചെയ്തൊരു ആനിമലിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ആരുടെ അടുത്തെങ്കിലും ഓടി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ബോഡി അതിന് തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്യും. നമ്മളെ ബോഡി പ്രിപ്പയർ ചെയ്യും. ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആവും. ബ്ലഡ് സർക്കുലേഷൻ എല്ലായിടത്തേക്കും വേഗമാക്കും. നമ്മുടെ ബ്രെത്ത് ഫാസ്റ്റ് ആവാൻ തുടങ്ങും. നമ്മുടെ കണ്ണ് ഭയങ്കര ഫോക്കസ്ഡ് ആവും. നമ്മൾ ജാഗ്രതയോടെ ഇരിക്കും. നമ്മൾ നോക്കിക്കാൻ വേണം. നമ്മുടെ ദഹനമൊക്കെ സ്റ്റോപ്പ് ചെയ്യും. ദഹനമൊക്കെ പിന്നെ ചെയ്യും. ഇപ്പൊ എനിക്ക് ഓടി രക്ഷപ്പെടാനുള്ള എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് ബോഡി ഒരു സർവൈവൽ മോഡിലേക്ക് പോകും. പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോകും. ഈ ഒരു കണ്ടീഷൻ സ്ഥിരമായിട്ട് നിന്നുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും നമ്മുടെ ബോഡിയിൽ? സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ബോഡിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു മെസ്സപ്പ് ദ ബോഡി. നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി മെസ്സപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ റിസൾട്ടാണ് ഇൻഫ്ലമേഷൻ, നമ്മുടെ ഫാറ്റ്, അതേപോലെ ബ്ലഡ് ഷുഗർ, എല്ലാ രീതിയിലും നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാൻ മറ്റേ ഓക്സിഡേഷൻ കൂടുക, അതേപോലെ ഫ്രീ റാഡിക്കൽസിന്റെ ഇത് അളവ് കൂടുക. ഇതെല്ലാം സെൽ ഡാമേജിലേക്ക് എത്തുന്നത് ഈ പറയുന്ന കണ്ടീഷൻ സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് കൊണ്ടുപോകാൻ. അങ്ങനെയാണ് ബോഡി നമുക്ക് ഒരുമിച്ച് നിർത്താൻ പറ്റുള്ളൂ. നമ്മളൊരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്നും മെന്റലി നമ്മൾ ഹാപ്പി അല്ലാണ്ട്, അല്ലെങ്കിൽ മെന്റലി നമ്മൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഹെൽത്തി അല്ലാണ്ട് പോയ എഞ്ചിന്റെ വെയർ ആൻഡ് ടയർ വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മളൊരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓടിക്കണം. അപ്പൊ മെന്റൽ ഹെൽത്ത് ഇസ് ലൈക്ക് ദ റൂട്ട് ഓഫ് എ ട്രീ. അപ്പം ആ റൂട്ട് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഹെൽത്തി ട്രീ മറ്റേ ഒരു സ്റ്റോമിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ട രീതിയിലുള്ള ഒരു ന്യൂട്രീഷനും കിട്ടില്ല. പക്ഷെ അത് സ്ട്രോങ് ആണെങ്കിലോ, സ്ട്രോങ് ആകുമ്പോൾ ഏതൊരു സിറ്റുവേഷനെയും തരണം ചെയ്യാനുള്ള സ്ട്രെങ്ത് അതിനുണ്ടാവും. അപ്പൊ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഡീപ്ലി കണക്റ്റഡ് ആണ്. അത് സെപ്പറേറ്റ് അല്ല. ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലെയാണ്. അപ്പൊ ഒന്നിനെ പരിചരിച്ചാൽ എന്താന്ന് വെച്ചാൽ മറ്റതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹീൽ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, സോ മെന്റൽ ഹെൽത്ത് എഫക്ട് ഓൾ ഓർഗാൻസ് ഓഫ് ദ ബോഡി. അപ്പൊ നമ്മളിപ്പോ ഫുഡിനെ പറ്റി പറയുന്നതിന്റെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത്.